നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണാൻ പോകുന്നത് ഇത്ര നാൾ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ്. അവസാനം അലീനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യങ്കർ എത്തുന്നുണ്ട്. അങ്ങനെ വൈജയന്തിക്ക് കൂടെ നല്ല 8ന്റെ പണി തന്നെ കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം ബാലേന്ദ്രൻ മനുശങ്കറെ വിളിക്കണം. മനുശങ്കറെ വിളിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയണം. അലീനയും ഹരിശങ്കറും തമ്മിൽ എന്തൊക്കെയോ ഒരു ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു മനുശങ്കറിന്റെ. മനു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അലീന അങ്ങനെ ഒരു കുട്ടിയല്ലെന്ന്. മനുവിന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെ മനുവിന് തോന്നി. താൻ അന്ന് ആദ്യമായിട്ട് കണ്ടപ്പോൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ അവളെക്കുറിച്ച് താൻ തെറ്റായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഹരിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ സമയത്ത് മനു ചോദിച്ചു, അല്ല എന്താ അങ്കിൾ എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണം. അവർ തമ്മിൽ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിരുന്നു പറയണം. കൊടുക്കൽ വാങ്ങലോ? അതെ, കൊല്ലപ്പിള്ളി വീട്ടിൽ വെച്ച് തുടങ്ങിയതാണെന്ന് അറിയാൻ കഴിഞ്ഞേ. അവൻ പണം കൊടുക്കുമായിരുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ്. ഇതാരാ അങ്കിളിനോട് പറഞ്ഞേന്ന് ചോദിക്കാം. രോഹിത ഇവിടെ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അവൻ വെറുതെ പറയുന്നതായിരിക്കും. അങ്കിൾ ഇതൊന്നും വിശ്വസിക്കരുതെന്ന് പറയണം. എടാ, വിശ്വസിക്കാതിരിക്കാൻ വഴിയില്ല. ഈ പറയുന്ന ഹരിശങ്കറിന്റെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു. അത് അലീനയുടെ ഭാഗ്യന്ന് കണ്ടുകിട്ടി. രോഹിത പറഞ്ഞ് അത് ഹരിശങ്കർ അലീനയ്ക്ക് സമ്മാനിച്ചതാണ്. അങ്ങനെ വരാൻ വഴിയല്ലോ. എന്നിട്ട് അവള് സമ്മതിച്ചോ? അവൾ ഇതുവരെയായിട്ടും കുറ്റം ഏറ്റെടുത്തിട്ടൊന്നും ഇല്ലാന്ന് പറയണം. എങ്കിൽ ഇതിനകത്ത് എന്തോ ഒരു ചതി ഉണ്ടെങ്കിലേ ഇതേ നാളെ രാവിലെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാട്ടോ എന്ന് പറയണം. അതുവരെ അലീന അങ്ങോട്ടേക്കും പറഞ്ഞുകൊണ്ടെന്ന് പറയും. വൈജയന്തി പറഞ്ഞുകൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുക. ഞാനും പോയിക്കോളാൻ പറഞ്ഞു. ഇനിയിപ്പം അവളെ എവിടെയാന്ന് വെച്ചാൽ അവിടെ കൊണ്ടേ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾ അതൊന്നും സമ്മതിക്കുന്നില്ല. അവൾ തന്നെ പോയിക്കോളാന്നൊക്കെ പറഞ്ഞ്. അത് ശരിയാത്തില്ല അങ്കളെ. എൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ഞാൻ അവളെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ വെറും കൈയോടെ അവളെ കൂടെ വെറുതെ ഇറക്കി വിടാൻ പറ്റുമൊന്നുമില്ല. ഞാൻ അവിടെ എഴുതി ഒപ്പിട്ട് വെച്ച എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കറിയാം മനു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ അവളെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയണം. വൈജയന്തി ആകെ ഇടഞ്ഞു നിൽക്കുമെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്ന് നാളെ ഇങ്ങോട്ടേ വരട്ടെ. അതിനുശേഷം എന്തെങ്കിലും തീരുമാനം എടുത്താൽ മതി എന്നൊക്കെ പറയണം. ഞാനൊന്ന് അവനോട് ചോദിക്കട്ടെ എന്ന് പറയാം. അവനോടൊന്ന് ചോദിക്കണം ഹരിശങ്കറോട് എന്താ സംഭവിച്ചത് എന്നൊക്കെ ബാലേന്ദ്രനും പറയുന്നുണ്ട്. പിന്നീട് അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് അലീനയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അലീനയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോവാണ്. ഓർഫനേജിലെ ദിവസങ്ങളും തൻ്റെ അച്ഛനാര അമ്മയാരൊന്നും തനിക്കറിയില്ലായിരുന്നു. അവസാന നിമിഷത്തിലാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് ബ്രിജിത്ത മമ്മിക്ക് വയ്യാത്തതുകൊണ്ട് മാത്രമാണ് മമ്മി എന്നോട് ആ സത്യങ്ങളൊക്കെ തുറന്നു പറയണേ. നിനക്കൊരു അമ്മയുണ്ട്, അമ്മ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് അതറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷിച്ചു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. തൻ്റെ അമ്മയൊന്ന് കാണാലോ, അതൊക്കെ മതിയായിരുന്നു എനിക്ക്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തൻ്റെ സഹോദരൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കങ്ങളൊക്കെ ഒരു പക്ഷേ ഹരിശങ്കർ പറഞ്ഞിട്ടായിരിക്കും തന്നോട് രോഹിത അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടായിരിക്കാം. അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ മനസ്സിലേക്ക് ഓരോന്ന് പറഞ്ഞ് പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഓർത്തപ്പം അലീനയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. തൻ്റെ അമ്മ തന്നെ എന്തെങ്കിലും തിരിച്ചറിയുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിന് ഈ ജന്മത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവമായിട്ട് എന്തോ ഒന്ന് വിധിച്ചിട്ടുണ്ട്, അത് അതുപോലെ തന്നെ നടക്കട്ടെ എന്നൊക്കെ അലീന ഇങ്ങനെ വിചാരിച്ച് എപ്പോഴോ അലീന അങ്ങോട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അലീന എഴുന്നേറ്റു. സൗദാമിനി മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അതിനുശേഷം അടുക്കള കയറിയിട്ട് അടുക്കള കാര്യങ്ങളെല്ലാം ഫുള്ള് നോക്കി. വൈജയന്തി രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അലീന അവിടുത്തെ ജോലികളെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വൈജയന്തി പറഞ്ഞു, അല്ല നിന്നോടൊന്ന് പോകണമെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കും. അതെ, ഞാൻ പോയിക്കോളാം മാഡം, ഞാനിപ്പോൾ തന്നെ പോയിക്കോളാം എന്ന് പറയാം. പിന്നീട് പറഞ്ഞു, അതെ രാവിലെ കൊണ്ടുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കൃഷ്ണമ്മയുടെ എല്ലാവരുടെയും പാത്രത്തിനകത്തേക്ക് എല്ലാം ആക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം. വൈജയന്തിക്ക് അത്ഭുതം തോന്നി. ഇന്ന് ഇവളെ പറഞ്ഞു വിടുവാണ്. എന്നിട്ട് പോലും അവൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് വെടിപ്പിനെല്ലാം ചെയ്തിട്ടാണ് പോകാനായിട്ട് ഇറങ്ങുന്നത്. സാധാരണഗതിയിൽ അങ്ങനെയൊന്നും ആരും ചെയ്യാറ് പതിവുള്ളതല്ല. പിന്നീട് അലീന മുറിയിലേക്ക് ചെന്നു. ബാഗിനകത്തെല്ലാം എടുത്ത് പെറുക്കി വെച്ചു. അതിനുശേഷം തൻ്റെ എല്ലാവല്ലാവായ തൻ്റെ ബ്രിജിത്തമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതെടുത്ത് ബാഗിനകത്ത് വെക്കുന്ന സമയത്ത് മമ്മിയോട് പറഞ്ഞു, ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക. ഇനി എവിടെയാ എന്താണെന്നും അറിയത്തില്ല. ഇനി വേറെ എവിടെയെങ്കിലും ഇങ്ങനൊരു സ്ഥലത്തായിരിക്കും പോകാൻ പോകുന്നത്. പക്ഷെ മമ്മി പറഞ്ഞ പോലെ ഒന്നും സംഭവിച്ചില്ല. എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റി, അല്ലാതെ വേറൊന്നും സാരമില്ല. ചിലപ്പോൾ കർത്താവ് വിധിച്ച് ഇതിങ്ങനെയായിരിക്കും. പിന്നീട് ബ്രിജിത്തമ്മി അലീനയോട് പറയുന്ന പോലെ തോന്നി, നീ പേടിക്കേണ്ട, നിൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലോ, അതുകൊണ്ട് നീ ഭയക്കേണ്ടതില്ല. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ, നിന്നെ കർത്താവ് സംരക്ഷിച്ചോളൂ എന്നൊക്കെ പറയുന്ന പോലെ ബ്രിജിത്ത മമ്മി അലീനയോട് പറയുന്ന പോലെ അലീനയ്ക്ക് തോന്നുവാണ്. അലീന കുറേ സമയം ഫോട്ടോയിലേക്ക് നോക്കി ആ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരഞ്ഞു. അതിനുശേഷം അത് ബാഗിനകത്തേക്ക് വെച്ചു. ഈ സമയത്തെല്ലാം സൗദാമിനി മുത്തശ്ശി അതെല്ലാം നോക്കി നിൽക്കുകയാണ്. മുത്തശ്ശിയുടെ കണ്ണ് വരെ നിറഞ്ഞുപോയി. എന്ത് ചെയ്യാൻ പറ്റും? മുത്തശ്ശിക്ക് നല്ല സങ്കടമായിപ്പോയി. പിന്നീട് മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് അലീന പറഞ്ഞു, അതെ
ഞാൻ ഇറങ്ങും കേട്ടോ മുത്തശ്ശി എന്ന് പറയണം. അല്ല അത് പിന്നെ മോളെ, മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയെ നോക്കാനായിട്ട് വേറെ ആരെങ്കിലും വരുമെന്ന് പറയാം. ദേ നീ പോയിട്ടുണ്ട് എന്നെ നോക്കാനായിട്ട് ആര് വരാനായിട്ടാ? ആര് വന്നാലും നീ നോക്കുന്ന പോലെ ആകത്തില്ലല്ലോ. നീ എൻ്റെ എല്ലാം അല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് അലീന മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട്. ആ കൈയൊക്കെ എടുത്ത് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, മുത്തശ്ശി ദേ സന്തോഷമായിട്ടിരിക്കണം. മുത്തശ്ശി ഇനിയും കുറേ കാലോടെ ജീവിച്ചിരിക്കും എന്നൊക്കെ പറയാം. നീ പോയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ജീവിച്ചിരിക്കാനാ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ പോയിട്ടുണ്ട് എന്നെ ഇത്ര ഇതോടെ നോക്കാനായിട്ട് ആരുണ്ട്? ശരിക്കും പറഞ്ഞാൽ നീ ഒരു മാലാഹ കുഞ്ഞിനെ പോലെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നേ. നീ ഇല്ലായിരുന്നെങ്കിൽ ആ കൊല്ലപ്പള്ളി വീട്ടിൽ കിടന്ന് എൻ്റെ ജീവിതം അവസാനിച്ചേനെ. ഞാനിങ്ങനെയൊന്നും എഴുന്നേറ്റ് പോലും നടക്കില്ലായിരുന്നു. നീ പോവണ്ട മോളെ, ഞാൻ ഒരിക്കൽ കൂടി അവരോട് സംസാരിക്കാമെന്ന് പറയാം. വേണ്ട മുത്തശ്ശി, അതൊന്നും വേണ്ട. ഇനി വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയണം. അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും വൈജയന്തി അങ്ങോട്ട് കയറി വരുന്നേ. വൈജയന്തി വന്നിട്ട് പറഞ്ഞു, യാത്ര പറച്ചിലൊക്കെ ആണോന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ സൗദാമിനി മുത്തശ്ശി പറഞ്ഞു, വൈജയ് നീ കാണിക്കുന്നുണ്ടല്ലോ മഹാമോശമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാവം കുട്ടിയത്. ഒരു തെറ്റും ചെയ്യാതെ ഇതിനെ കുറ്റം ആരോപിച്ച് ഇതിനെ കാണിക്കുന്നുണ്ടല്ലോ. ഇത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയണം. അതൊന്നും അമ്മ നോക്കേണ്ട കാര്യമില്ല. അമ്മയുടെ കാര്യം നോക്കിയാൽ മതി. ഇനിയിപ്പോൾ അമ്മയെ നോക്കാനായിട്ട് വേറെ ആരും ഏർപ്പാടായിക്കോളാം. അതുവരെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. പിന്നെ മുത്തശ്ശി ഒന്നും പറയാൻ പോയില്ല. മുത്തശ്ശിക്ക് നല്ല സങ്കടമായിരുന്നു. ആ സമയത്ത് വൈജയന്തി പറഞ്ഞു, അല്ല നിനക്ക് ഇത്രയും ദിവസം നിന്നെൻ്റെ പൈസ വേണ്ടതെന്ന് ചോദിച്ചിട്ട് വൈജയന്തി കുറച്ച് നോട്ടുകൾ എടുത്ത് അലീനയുടെ കയ്യിലേക്കും കൊടുക്കുവാണ്. അലീന എന്ത് ചെയ്യുവാണ് ഒന്ന് നോക്കി വൈജയന്തിയെ. പിന്നീട് അത് നോക്കിയിട്ട് പറഞ്ഞു, അതെ ഞാനിവിടെ നിന്ന് എന്തോ മോഷ്ടിച്ച് ഇവിടെ വന്നവർക്കൊക്കെ എടുത്തു കൊടുത്തെന്നല്ലേ മാഡം പറയുന്നേ. അതുകൊണ്ട് മാഡം ഈ പൈസ പിടിക്കാൻ പറയണം. നീ എന്താ പറഞ്ഞേ? അല്ല 3000 രൂപ ഞാനിവിടെ സഹായം ചോദിച്ചു വന്ന് ചേച്ചിക്ക് കൊടുത്തു. പക്ഷേ അത് മാഡം പറയുന്നത് ഇവിടെ നിന്ന് മോഷ്ടിച്ച പൈസയാന്നാ പറയണേ. മാഡം ഈ പൈസ പിടിക്കാൻ പറയണേ. എന്തിന്? ഞാൻ ഇവിടുന്ന് ഈ പൈസ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് മാഡത്തിന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ പൈസ പിടിച്ചോ, എനിക്ക് വേണ്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വൈജയന്തി ഒരു നിമിഷം ഞെട്ടി. വൈജയന്തി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. മുത്തശ്ശി ചോദിച്ചു, നീ എന്തൊക്കെയാ മോളെ പറയണമെന്ന് ചോദിക്കും. അല്ല ഞാനിവിടുന്ന് മോഷ്ടിച്ച് പൈസ എടുത്ത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന പറയണേ. ഇന്ന് വരെ ഞാൻ 1 രൂപ പോലും ആരുടെയും മോഷ്ടിച്ചിട്ടില്ല. അതെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എൻ്റെ മമ്മി അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷേ മാഡം എന്താണ്, ഞാൻ അഭിമാനം വിറ്റ് ഇതിനായിട്ടും ജീവിച്ചിട്ടില്ല. എനിക്ക് കള്ളിയാവേണ്ട വന്നിട്ടുമില്ല. ആരുടെയും എന്തെങ്കിലും വേണേ ചോദിച്ചു വാങ്ങിയിട്ടുള്ളെന്ന് പറയണം. മാഡം ഈ പൈസ പിടിക്കാൻ പറയാം. വൈജയന്തി പിടിക്കാനായിട്ട് തയ്യാറായില്ല. വൈജയന്തി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം സൗദാമിനി മുത്തശ്ശിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോൾ അവർ സ്കൂളിൽ പോകാനായിട്ട് എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്, രോഹിത് ഉൾപ്പെടെ. രോഹിത്തിൻ്റെ അടുത്തേക്ക് അലീന അങ്ങോട്ട് ചെന്നു. അലീന ചെന്നിട്ട് പറഞ്ഞു, നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് എന്ത് ചിന്തയാന്നുള്ളതെന്ന് എനിക്കറിയില്ല രോഹിത്തെ. പക്ഷെ ഒരു കാര്യം പറയാം, മറ്റുള്ളവർ നിന്നോട് എന്നെക്കുറിച്ച് പറഞ്ഞു എന്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അത്തരത്തിലുള്ളൊരു പെണ്ണല്ല. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കണം എന്ന് പറയണം. രോഹിത് ശരിക്കും വല്ലാതായിപ്പോയി. രോഹിത് ഒരിക്കലും പ്രതീക്ഷയല്ലായിരുന്നത്. പിന്നീട് അലീന തൻ്റെ കയ്യിൽ കഴിക്കുന്ന ആ പൈസയും കൂടി നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, സാർ ഈ പൈസ വാങ്ങണമെന്ന് പറയണം. പൈസ ഇതെന്താ? അല്ല ഞാനിവിടുന്ന് അടിച്ചു മാറ്റിയെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അടിച്ചു മാറ്റി മറ്റുള്ളവർക്ക് കൊടുത്തെന്ന് ആ പൈസയാ എനിക്ക് വേണ്ടാന്ന് പറയണം. അല്ല അത് പിന്നെ അലീനെ നീ അടിച്ചു മാറ്റിയെന്ന് വേണ്ട, നിങ്ങളെല്ലാം വിശ്വസിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറയണം. ഞാൻ ഇന്നുവരെ ആരുടെയും മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ കുറ്റം എൻ്റെ മേലെ ആരോപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് തന്നിട്ട് പോയില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഒരു സ്വസ്ഥത ഉണ്ടാകത്തില്ല എന്ന് പറയണം. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല വൈജി അങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് വേണ്ട സാറേ, ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറയേ വേണ്ടാന്ന് പറയണം. അറിയാലോ, അല്ല ഞാൻ നിന്നെ കൊണ്ടുവിടാന്ന് പറയണം. വേണ്ട, എന്നെ ഒരിടത്തും കൊണ്ടുവിടെന്ന് പറയണം. പിന്നീട് കൃഷ്ണമോളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്. കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം അലീന എന്ന് പറഞ്ഞാൽ കൃഷ്ണമോൾക്ക് അത്ര ഒരു അടുപ്പമുണ്ട് കുറച്ച് ദിവസം കൊണ്ട് തന്നെ. പിന്നീട് ബാലേന്ദ്രനും വൈജയന്തിയൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു അവളെ തന്നെ. പിന്നീട് വൈജയന്തി പറഞ്ഞു, നിനക്ക് നേരാൻ വേണ്ട നിൽക്കുമായിരുന്നു, ഇവിടെ നിൽക്കായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം അലീന പറഞ്ഞു, ഞാൻ ഇത്രയും കാലം നേരാൻ വേണം തന്നെ മാഡം നിന്നേ. എനിക്ക് അങ്ങനെ ആരുടെ ഇതിൽ ജീവിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ നന്നായിട്ട് അധ്വാനിച്ച് തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പം ഒരു തെറ്റും ചെയ്യാതെ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്തിൻ്റെ പേരിലാണോ നിങ്ങൾ ഇറക്കി വിടുന്നതെന്ന് പോലും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേങ്കിൽ എന്നെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ എൻ്റെ മേലിൽ ആരോപിച്ചതിന് കുറ്റമുണ്ടല്ലോ, അത് നിങ്ങൾ തിരിച്ചറിയുമെന്ന് പറയണം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തിരിച്ചറിയുമെന്ന് പറയാം. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞിട്ട് അലീനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടയാക്കാന്ന് പറയാം. വേണ്ടാന്ന് പറയണം, ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനാണ് ഒരു കാറ് വന്നിരുന്നേ. കാറിനകത്തുനിന്ന് മണിശങ്കർ അങ്ങോട്ട് ഇറങ്ങുന്നേ. മണിശങ്കറിന്റെ കണ്ടപ്പത്തിൽ അനീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പിന്നീട് മണിശങ്കർ ചോദിച്ചു, നീ എങ്ങോട്ടാന്ന് ചോദിക്കാം. ഞാൻ പോവാൻ മനുവേട്ടാന്ന് പറയും. എങ്ങോട്ട്? നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയണേ. വേണ്ടാന്ന് പറയണം, നിന്നോട് ഇങ്ങോട്ടേക്ക് വരാനല്ലേ പറഞ്ഞതെന്ന് ചോദിക്കണം. അങ്ങനെ അലീനയുടെ കൈ പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്.
ഒരു നിമിഷം അകത്തേക്ക് ഇന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. മണിശങ്കർ അലീനയുടെ കയ്യെ പിടിച്ചേക്കുന്നുണ്ട്. പിന്നീട് ചോദിച്ചു, അല്ല ഇവൾ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരില്ല ഇവൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കുകയാണ്. അതോടെ വൈജയന്തി പറഞ്ഞു, തെറ്റ് ശരിയൊക്കെ ഞങ്ങൾ വിചാരണ ചെയ്ത് കഴിഞ്ഞാന്ന് പറയാം. എന്നാ ആര് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അല്ല ഇവിടെ എന്തൊക്കെയോ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറയണം. അതൊക്കെ സത്യം വന്ന് അങ്കിളിനോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കും. അലീനയോട് പറഞ്ഞു, നീ കയറിപ്പോവാൻ പറയണം. കയറിപ്പോവാനോ ഒന്നും മനസ്സിലായില്ല അലീനയ്ക്ക്. നിന്നോട് കയറിപ്പോവാൻ പറഞ്ഞിട്ടുണ്ട്, നീ പോയാൽ മതി എന്ന് പറയണം. ഈ സമയം വൈജയന്തി പറഞ്ഞു, നീ എന്താ മനു പറയണമെന്ന് ചോദിക്കുക. നിങ്ങളെല്ലാം പറയുന്നത് എന്തോ തെറ്റ് ചെയ്യുന്നല്ലേ പറയണേ. തെറ്റ് ചെയ്ത് ആരാ എന്താന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് തെളിയിച്ചു തരാം. പിന്നെ ഇവിടുന്ന് പൈസ മോഷണം പോകുന്നുണ്ടല്ലോ, അത് ആരാ എടുത്ത് എങ്ങനെ എടുത്തെന്നൊക്കെ ഞാൻ പറയിപ്പിക്കാന്ന് പറയാം. ഒരു 5 മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് മനു അങ്ങോട്ട് കയറിപ്പോകാൻ പറഞ്ഞിട്ട് അലീനയോട് പറഞ്ഞു, ഇനിയിപ്പം നിനക്ക് അകത്തേക്ക് പോകാൻ മടിയാണ്, നീ ഇവിടെ നിൽക്കുക, ഇപ്പം ഞാൻ വരാമെന്ന് പറയണം. അങ്ങനെ നേരെ രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്നു. രോഹിത്തിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. രോഹിത്തിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് നേരാമണ്ണം 2 ചോദ്യം അങ്ങ് ചെയ്തു. രോഹിത്ത് തത്ത പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഹരിശങ്കർ കാണിച്ചു കൂട്ടിയതൊക്കെ എല്ലാം പറയണം. പിന്നീട് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ആദ്യം മക്കളെ നന്നായിട്ട് വളർത്താൻ പഠിക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരോട് ചൂടാവാനെന്ന് പറയണം. മക്കൾ ഉള്ളില്ലാത്തതിന് വേറുള്ളവരെ പറഞ്ഞു വിട്ടൊന്നിനും കാര്യമില്ല എന്ന് പറയണം. ഈ സമയം ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ മനു എന്ന് ചോദിക്കുകയാണ്. എന്താന്നോ, ഇവിടുന്ന് പൈസ മോഷിച്ചുകൊണ്ടിരുന്ന ആരാന്നറിയോ? രോഹിത്താണ്. അത് എന്തിനാ ആർക്കാ കൊണ്ടേ കൊടുത്തോന്ന് ചോദിക്കേ. ഹരിശങ്കറിന് കൊണ്ടേ കൊടുത്തോണ്ടേ, എന്തിനാ കൊടുത്തതെന്നും കൂടെ ചോദിക്കാൻ പറയണം. ഹരിശങ്കറിന്റെ 4 പെട പഠിച്ചു. അവൻ തത്ത പറയുന്ന പോലെ പറഞ്ഞു. പിന്നെ രോഹിത്തിനോട് ചോദിച്ചു കഴിഞ്ഞപ്പം അവന് സത്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയണം. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ബാലേന്ദ്രനത്. ഇങ്ങനൊരു ഇത് ഒരിക്കലും ഒരു പ്രതീക്ഷ കാര്യമായിരുന്നില്ല. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വള്ളി വിള്ളു വിടാതെ അങ്ങോട്ട് പറയണം. രോഹിത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു. തന്നോട് ഹരിശങ്കർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ അലീനയെ മണിശങ്കർ രക്ഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനിയിപ്പം മണിശങ്കർ ബാംഗ്ലൂരെ ജോലി റിസൈൻ ചെയ്ത് നേരെ എറണാകുളത്തിന് വരുന്നത്. അവിടെയാണ് മനുഷ്യങ്ങൾ ജോലി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ അലീനയുടെ കൈ പിടിക്കാനായിട്ട് മനുഷ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.